അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും മലയാളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വെറൈറ്റി ഞാൻ പറയുന്നില്ല, ഇഡലി വെച്ചിട്ട് നല്ലൊരു 4 മണി പലഹാരം, ഒരു ഉപ്മാവ് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാം. രാവിലത്തെ ബാലൻസ് വരുന്ന ഇഡലി നമുക്ക് ചിലപ്പോൾ ചട്നിയോ ഒന്നും തികയാതെ വരുമ്പോഴത്തേക്കിന് വൈകിട്ട് ഒരു സ്നാക്സ് ആയിട്ട് തന്നെ അത്താഴത്തിന് പകരം നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ, പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ഇഡലി വെച്ചിട്ടുള്ള 4 മണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇഡലി വെച്ചിട്ടൊരു നല്ലൊരു 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അതിന് ഞാനിവിടെ ഇഡലി രാവിലെ ഇവിടെ ഉണ്ടാക്കിയ ഇഡലിയുടെ കുറച്ച് ബാലൻസ് വന്നത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് പിന്നീട് എടുത്തിരിക്കുന്നത് സവോള ഞാൻ ഒരു സവോള വലിയൊരു സവോള തന്നെയാണ് എടുത്തിട്ടുള്ളത്. സവോള ടേസ്റ്റ് നമുക്ക് പലഹാരത്തിന് എന്തിനാണെങ്കിലും ടേസ്റ്റ് നമുക്ക് കൂടുതൽ തോന്നിക്കും. പിന്നീട് പച്ചമുളക് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഇഞ്ചിയുടെ പീസ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മുറി തേങ്ങ ഒന്ന് ജസ്റ്റ് ചെറിയ പൂളായിട്ടാണ് ഞാൻ എടുത്തത്. അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് കറക്കിയത്. നിങ്ങൾക്കിപ്പം ഞാൻ തേങ്ങാപ്പൂളായതുകൊണ്ട് ജസ്റ്റ് മിക്സിയിലിട്ട് കറക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരകിയത് എടുക്കാം. അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു കപ്പ് തേങ്ങയും. ഇതിനി നമുക്ക് ഈ ഇഡലി വെച്ചിട്ട് നമുക്ക് 4 മണിക്ക് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കിനും, ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ദിവസവും ഇഡലി ഇങ്ങനെ തന്നെ കഴിക്കുമ്പോഴത്തേക്കിനും അവർക്ക് ചിലപ്പോൾ ഒരു മടുപ്പ് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവർക്കും അറിയാൻ, പെട്ടെന്ന് നമ്മൾ ഇഡലി വെച്ചിട്ടൊക്കെ ഉപ്മാവ് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഇന്ന് ഒരു ഇഡലി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്മാവ് അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അതിന് ഞാനിത് ഈ ഇഡലി, ഇതുപോലെയുള്ള ഇഡലി ചെറിയ പീസായിട്ട് നമ്മുടെ കൈ കൊണ്ട് വെച്ച് തന്നെ ഒന്ന് ഇങ്ങനെ പിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഇഡലിയും നമുക്കിതുപോലെ ഒന്ന് ചെറിയ പീസാക്കി മാറ്റി വയ്ക്കാം. ഇതിപ്പം ഞാൻ എല്ലാ ഇഡലിയും ചെറിയ ചെറിയ പീസായിട്ട് ഞാനൊന്ന് കൈമിച്ച് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിനി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് റിഫൈൻഡ് ഓയിലോ ഏത് ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉഴുന്ന്, നമ്മൾ ഉപ്പുമാവിനും ഒക്കെ ഉഴുന്ന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഉഴുന്ന് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്നാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. 1 ടീസ്പൂൺ. ഇതൊക്കെ നമ്മുടെ ഒരു കൈയളവാണ്. വീട്ടിൽ നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു കൈയളവുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അളവിന് കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉഴുന്ന് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടി നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കാം. സവോള, പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വറ്റൽമുളകും കറിവേപ്പിലയും. അപ്പോൾ ഇത്രയും കൂടി നമ്മളൊന്ന് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വളരെ കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, നമുക്കതൊരു ടേസ്റ്റിനും ഒരു കളറിനും വേണ്ടിയിട്ടാണ്. പിന്നീട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എങ്കിലും നമുക്കൊരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, അതുകൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൂട്ടത്തിൽ നമുക്ക് ഉപ്പ് കൂടി ചേർക്കാം. കാര്യം ഇതിന് നമ്മൾ സവോളയ്ക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം എടുക്കുമ്പോഴത്തേനും ചിലപ്പോൾ ഇഡലിക്ക് ഉപ്പ് കുറവ് നമുക്ക് അനുഭവപ്പെടാറുണ്ട്, നമുക്ക് തോന്നും. അപ്പോൾ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് ഇതുപോലൊരു സ്നാക്സ് ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഉപ്പ് ഈക്വലാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ, ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി. അപ്പോൾ ഞാൻ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് തികച്ച് ഞാൻ ഒന്ന് ഇളക്കിയിട്ടില്ല. അതിന് മുമ്പിട്ട് തന്നെ ഞാൻ തേങ്ങ കൂടി ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട്, ഞാൻ ഇത്രയും നേരം ലോ ഫ്ലെയിമിലായിരുന്നു ഇട്ടിരുന്നത്, കുറച്ച് ഫ്ലെയിം ഇപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ തേങ്ങയ്ക്ക് ഒരു ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഇഡലി കൂടി എടുത്തു വെച്ചിരിക്കുന്ന ഇഡലി നമുക്കത് കുറേശ്ശെ ഇട്ട് യോജിപ്പിച്ചിട്ട്, കുറേശ്ശെ നമുക്കിട്ട് യോജിപ്പിച്ചെടുക്കാം. കാര്യം അത് നന്നായിട്ട് മിക്സ് ആയി വരാം. നമുക്ക് എല്ലാ ഇഡലിയിലും ഒരുപോലെ ആ ഒരു മുളകിൻ്റെയൊക്കെ മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറേശ്ശെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ബാക്കി കൂടി ഇഡലി 2 തവണയായിട്ട് ഞാനിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്.
നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇഡ്ഡലിയൊക്കെ ചിലപ്പോൾ രാവിലെയൊക്കെ ഡെയിലി കഴിച്ച് സ്ഥിരമായിട്ട് കഴിക്കുമ്പം നമുക്കാണെങ്കിലും മുതിർന്നവർക്കും പെട്ടെന്നൊരു ഇന്നും ഇഡ്ഡലിയാണോ എന്നൊക്കെ, അപ്പോൾ അതിനൊക്കെ ഒരു നല്ലൊരു മറുപടി, അല്ലെങ്കിൽ എല്ലാവർക്കും ഹസ്ബൻഡിനും വീട്ടിലെ കുട്ടികൾക്കും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഒന്ന് നമുക്ക് ഈ ഇഡ്ഡലിയുടെ പീസ് ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് നന്നായി ഒന്ന് നന്നായിട്ടൊന്ന് ആവി വരണം. അതിന് നമുക്കൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഏകദേശം ഇഡ്ഡലി ഉപ്മാവ് അല്ലെങ്കിൽ ഇഡ്ഡലിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ മുറിച്ച് വെച്ച പീസുകളൊക്കെ ഇപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ ഒരു പീസ് ഇതുപോലെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് നമ്മുടെ ഈ ചട്ടുകം കൊണ്ടിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും ആ ചൂടായി കിടക്കുന്ന സമയത്ത് അത് നന്നായിട്ട് മുറിഞ്ഞ് വരികയൊക്കെ ചെയ്യും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ബാലൻസ് വരുന്ന ഇഡ്ഡലി വെറുതെ കളയാതെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുതിയൊരു ഡിഷാക്കി ഇതുപോലെ വേറെയും നമുക്ക് ഇഡ്ഡലി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ നല്ല നല്ല പുതിയ നമ്മുടെ പലഹാരം നമ്മൾ സ്ഥിരം ഡെയിലി യൂസ് ചെയ്യുന്ന ഇഡ്ഡലി, ദോശ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വെറൈറ്റി ഡിഷ് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ട്രൈ ചെയ്ത ഈ ഇഡ്ഡലി വെച്ചിട്ടുള്ള ഉപ്മാവ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ നന്ദി. ബൈ ബൈ.